ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 4-ൻ്റെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള ദിൽഷ പ്രസന്നൻ എല്ലാവർക്കും അറിയാം അല്ലേ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കല്യാണം കഴിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആളായിരുന്നു. അവസാനം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതിപ്പൊടിയെ കല്യാണം കഴിച്ചു അല്ലേ. അപ്പോൾ ഇപ്പോൾ ദിൽഷ പ്രസന്നൻ്റെ കല്യാണമായിരിക്കുകയാണ്. ദിൽഷ പ്രസന്നൻ റിയാസ് സലീമിനെ വിളിക്കുന്ന കോളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കൂ. അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ദിൽഷ വിളിക്കുന്നുണ്ട്. ആരെയാണ്? റിയാസ് സലീം. അതിൽ തന്നെ റോബിൻ രാധാകൃഷ്ണനെ ഔട്ടാക്കിയ റിയാസ് സലീം ഉണ്ടായിരുന്നല്ലോ, ആ വ്യക്തിയെയാണ് ദിൽഷ വിളിക്കുന്നത്. ഹായ്ഡാ, ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചതാണ്. എന്താ, കല്യാണമായോ എന്ന് ഉടനെ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ മനസ്സിലായി? ശരിക്കുമായോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല കേട്ടോ, കുറച്ച് പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ആരാണെന്ന് പറയൂ, എന്നിട്ട് മതി ബാക്കി ഡീറ്റെയിൽസ് എന്ന് റിയാസ് പറയുന്നുണ്ട്. ചെറുക്കൻ്റെ പേര് രാഹുൽ. ലണ്ടനിൽ സെറ്റിൽഡാണ് പയ്യൻ. ഞാനും കല്യാണം കഴിഞ്ഞാൽ ലണ്ടനിലേക്ക് പോകും എന്ന് പറയുന്നത്. വാട്ട് എന്നാണ് അപ്പോൾ ചോദിക്കുന്നത് കേട്ടോ. റിയാസ് സലീം. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലണ്ടനിൽ നമ്മുടെ ദിൽഷ പോകൂല എന്ന് തന്നെയാണ്. ഇതൊക്കെ കളഞ്ഞ് ലണ്ടനിൽ പോകുമെന്നോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പറയുന്നുണ്ട് റിയാസ്, ജാസ്മിൻ, അങ്ങനെ കുറച്ച് പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ കല്യാണത്തിന്. നിങ്ങൾ എന്തായാലും വരണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്ന് എൻ്റെ ആവശ്യമാണ് എന്ന് ദിൽഷ പറയുന്നുണ്ട് കേട്ടോ. എന്ത് നിൻ്റെ ആവശ്യം? പെട്ടെന്നോ? ബിഗ് ബോസിൽ വെച്ചിട്ട് നീ ഇത് തന്നെയല്ലേ പറഞ്ഞിരുന്നതെന്ന് റിയാസ് സലീം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കൂ കേട്ടോ. എന്നാൽ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. എങ്ങനെ മനസ്സിലായി? സത്യം. അത് പറയാൻ വേണ്ടി ഞാൻ എല്ലാവരും ഒന്നും വിളിക്കുന്നില്ല, കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ. പിന്നെ അധികം ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം എന്നല്ല, റിലേറ്റീവ്. ചെറുക്കൻ്റെ പേര് രാഹുൽ എന്നാണ്. ആള് ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിലോട്ട് പോവും. ഞാൻ ലണ്ടനിൽ പോണ്ടേ? അപ്പോ ഞാൻ ലണ്ടനിൽ പോകുന്നതാണോ പ്രശ്നം, കല്യാണം കഴിക്കുന്നതാണോ പ്രശ്നം? ഇതൊന്നും കളഞ്ഞിട്ട് നീ ലണ്ടനിൽ പോകുന്ന ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ രാഹുൽ ഞാൻ കെട്ടാമെന്ന് ചെറുക്കൻ. You sound so weird. Sorry, Riya. I don't trust you. എനിക്ക് ഞാൻ പറയട്ടെ, സത്യത്തില് കല്യാണത്തിന് റിയാസും ഡെയ്സിയും അപർണയും ജാസ്മിനെ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും പേര് എന്തായാലും വരണം. ഒരുപാട് പേര് ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. ഓക്കെ, പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള എൻ്റെ ഒരു തീരുമാനമായിരുന്നു. നമുക്ക് ഇവിടെ നിർത്തിയാലോ? ബിഗ് ബോസ് ഞാൻ എപ്പോഴും പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണം. കണ്ടോ, ഇത് പെരിക്കായില്ലേ പ്രാങ്ക് കോള്? ഇത് പ്രാങ്ക് കോളാ. ഞാൻ അങ്ങനെ ഒരു ലണ്ടനിലുള്ള ഒരു രാഹുലിനെയും കെട്ടാൻ പോകുന്നില്ല. ഓക്കെ, ഇതൊരു വലിയൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. പിന്നെ റിയാസ് വേറെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ നമ്മുടെ ദിൽഷ ബുദ്ധിപരമായി നേരിട്ടു. പറഞ്ഞു ഞാനിത് ഇൻ്റർവ്യൂവിലാണ്, മാത്രമല്ല ഇത് പ്രാങ്ക് കോളാണ് എന്നൊക്കെ പറഞ്ഞ് വേഗം അറിയിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ചരിത്രം വീണ്ടും തുടങ്ങിയാലോ, ഇനിയിപ്പോൾ ദിൽഷ എയറിലായാലോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നീട് ജാസ്മിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, ഏപ്രിലിൽ എൻ്റെ ബർത്ത്ഡേ ആണ്, 50 ലക്ഷം കിട്ടിയതല്ലേ, അതിൽ നിന്ന് എനിക്കൊരു പങ്ക് കൊണ്ടുപോരേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദിൽഷ പറഞ്ഞത് എപ്പോഴും ഇത് എന്നെ വാരുന്നത് അവൾ ഇതും പറഞ്ഞിട്ടാണ്, 50 ലക്ഷം കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയും, ഇന്ന് നന്നായി സംസാരിക്കും കേട്ടോ. നാളെ അവൾ സ്റ്റോറി ഇടും, എന്നെ വിമർശിച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞിടും, പിറ്റേ ദിവസം നന്നായി സംസാരിക്കും. ഇതാണ് അവളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ കുറേ തല്ലു കൂടിയിട്ടുണ്ട്. വിഷമമാകുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ അവിടെ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു ഗെയിം ഷോ ആണ് കേട്ടോ. ജാസ്മിൻ ഗെയിമായിട്ട് എടുക്കണം ഗെയിമിനെ. അത് കഴിഞ്ഞ് നിൻ്റെ ശരീരം നിനക്ക് തന്നെ, നീ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ബോധവൽക്കരിക്കാറുണ്ട്. എനിക്ക് അവളെ എന്താണെന്നറിയില്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ദിൽഷയുടെ ആ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.